പിന്നെ നമ്മുടെ മഴയിപ്പുഴയുടെ ഇരുകരകളെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നല്ല ട്രിപ്പാണ് ഈ ട്രിപ്പ്. ഏകദേശം ഒരു അടുക്കളയൊക്കെ ലീവാക്കിയിട്ട് നമുക്കൊരു ഫാമിലി എൻജോയ്മെൻറ്റ് ട്രിപ്പാണ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ മോന്താൽ എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ മോന്താൽ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം അധികം ആൾക്കും അറിയില്ല, നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ. അപ്പോൾ വെക്കേഷൻ സമയത്ത് ഫാമിലിക്കും കുട്ടികളെല്ലാം കൂട്ടി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ മോന്താലുള്ളത്. അത് അതിൻ്റെ കറക്റ്റ് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, അങ്ങനെ വൈകുന്നേരം സൺലൈറ്റ് കാണാം, അങ്ങനെ പലതും ഒരു ദിവസം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു മോന്താൽ ഉള്ളത്. അപ്പോൾ അതേക്കുറിച്ച് എൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഇതിലൂടെ അങ്ങനെ കാണിക്കുന്നത്. കൂടാതെ ഇവിടെ ബോട്ട് സർവീസ് ഉള്ളത്, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് അവർ തന്നെ അതിൻ്റെ മുതലാളിമാരൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ആ മോന്താലിൽ പോയിട്ട് ഈ ബോട്ട് സർവീസിലെ ഈ ടൂറിസ്റ്റ് പ്ലേസിലെ കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ യാത്രയിലാണ്, അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ നടത്തിക്കൊണ്ട്. മൂന്നാം പാലത്തിന് ഏകദേശം 1 കിലോമീറ്റർ പരിധിയിൽ ഒളവിലെന്ന് പറഞ്ഞ പരിധിയിലെത്താണ്. ട്രെയിൻ കഫേ എന്നാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ട്രിപ്പ്. നമ്മളിപ്പോൾ പെരിങ്ങത്തൂരാണെന്നുള്ളത്. പെരിങ്ങത്തൂർ ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെരിങ്ങത്തൂരിന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററാണ് മോന്താലേക്കുള്ളത്. അപ്പോൾ നാദാപുരം ഭാഗത്ത് നിന്ന് വരുമ്പോൾ മോന്താൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതായാലും കറക്റ്റ് വഴി, അവിടെ എത്തുന്ന കറക്റ്റ് വഴി ഇതിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മോന്താൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുഞ്ഞിപ്പള്ളി, അതായത് ഏറാമല റോഡ് എത്തുന്നത്. അപ്പോൾ ആ റോഡ് പോകുമ്പോൾ നേരെ പോയിട്ട് ഒരു പാലം കാണാം. പാലത്തിൻ്റെ എത്തുന്നതിൽ മുമ്പായിട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്യണം. അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടുന്ന് കയറി കഴിഞ്ഞ പാട് നേരെ പോയാൽ മത്തിപ്പറമ്പ് എത്തും. മത്തിപ്പറമ്പ് എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത് പിന്നെ അപ്പോൾ മോന്താൽ ജംഗ്ഷനിൽ ഈ പറഞ്ഞ മോന്താൽ പാലത്തിലേക്ക് 3 കിലോമീറ്ററാണെന്നുള്ളത്. 3 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പാലം കിട്ടും. അപ്പോൾ ഞങ്ങൾ മോന്താൽ പാലം, ഇതാണ് മോന്താൽ പാലം. പാലത്തിൻ്റെ മുമ്പായിട്ട് റൈറ്റിലേക്ക് റോഡുണ്ട്. അവിടുന്ന് റൈറ്റിലേക്ക് തെറ്റിയാലാണ് ഈ പറഞ്ഞ ബോട്ട് ജെട്ടിയിലേക്ക് പോവുക അല്ലേ. ഇതാ നേരെ ബോർഡ് കാണാം. ഈ കാണുന്നത് മോന്താൽ പാലം. അത് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് റോഡുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്യുക. ഇവിടെ ചെറിയൊരു മാർക്കറ്റ് പോലെയാണ്, ചെറിയ ഇടുങ്ങിയ റോഡാണ്. ഏകദേശം നമ്മൾ എത്തി. പുഴ കാണുന്നതാണ് പുഴ മത്സ്യവില്പന ഉണ്ട്. നല്ല ഫ്രഷ് മീനും കിട്ടും. പോകുന്ന വഴിക്ക് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ വരുമ്പോൾ മേടിക്കാം. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ചൂണ്ടയിടുന്നതെല്ലാം കാണാം, തോണിയിലെ ആൾക്കാരെല്ലാം പോകുന്നതെല്ലാം കാണാം. നല്ലൊരു ആംബിയൻസ് ആണ്. ഏതായാലും നല്ലൊരു അന്തരീക്ഷമാണ് അല്ലേ. അപ്പോൾ ഞങ്ങളിതാ മോന്താൽ പുഴയോരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ നമ്മളെത്തി, ഒരു 4-4:30 ആകുമ്പോൾ എത്തി. പക്ഷെ ആൾ കുറവാണ്. കുറച്ച് കഴിഞ്ഞ ആൾ അധികമാവും. ഇപ്പം നല്ല സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഇവിടെ ആൾ വരുന്നുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണിത്. നിങ്ങൾ വൈകുന്നേരം ഇവിടെ വന്നാൽ നല്ല കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ വെക്കേഷൻ സമയത്തിൽ കുട്ടികളും ഫാമിലിക്കെല്ലായിട്ട് വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതായത് ഇപ്പം കാണിച്ച പോലെ നാദാപുരം ഭാഗത്ത് നിന്ന് വരുമ്പോൾ മോന്താൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കും, പിന്നെ വടകര ഭാഗത്ത് നിന്ന് വരുമ്പോൾ കുഞ്ഞിപ്പള്ളി, അതായത് ഏറാമല ഭാഗത്തൂടെ വന്നാൽ മോന്താൽ പാലം, അവിടെ തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. ഓക്കെ, നല്ല കാഴ്ച, ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഈ പുഴേൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ ബോട്ട് ജെട്ടി കാണാം. അതായത് നമ്മളെ ബസ് സർവീസ് എല്ലാം പോലെ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് ഓരോ ഭാഗങ്ങളിലേക്കായിട്ട്. നിങ്ങൾക്ക് മാഹിക്ക് പോകാം, ഇവിടുന്ന് ഇപ്പോൾ പെരിങ്ങത്തൂർ പോകാം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കായിട്ട് ബോട്ട്, അതായത് ഈ പറശ്ശിനി കടവിലുള്ള പോലെ ബോട്ട് സർവീസ് ഉണ്ട്, ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ അത് നിലവിൽ ഇവിടെ ഓപ്പൺ ആയില്ല എന്ന് തോന്നുന്നു. അതിന് ശേഷം ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ തന്നെ അറിയിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞത്, അതായത് വെക്കേഷൻ സമയങ്ങളിലെല്ലാം കുട്ടികളും ഫാമിലിയായിട്ടും വരുമ്പോൾ ഇവിടുന്ന് തന്നെയുള്ള ബോട്ട് സർവീസ് ഉണ്ട്. ഈ ഒരു മോന്താൽ ഈ ഭാഗത്ത് നിന്ന് തന്നെയുള്ള ബോട്ട് സർവീസ് ഉണ്ട്, അത് പൈസ കൊടുത്തിട്ടുള്ള. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് എന്താക്കാം, ഇതിൻ്റെ മെയിൻ ആളോട്, ബോട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ആളോട് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് ബോട്ട് സർവീസ് തുടങ്ങുന്നത്, അതായത് ബോട്ടിങ്. ഇപ്പോൾ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു റൗണ്ട് അടിച്ച് രാവിലെ പോയതൊന്നും ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ട് കാണാം, നമുക്ക് ഉല്ലാസ ബോട്ട് യാത്ര, ബോർഡെല്ലാം കാണാം. ആൾക്കാർ
ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാണാം. അതേപോലെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതുമായിട്ട് വിശദമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളോട് ചോദിച്ച് അറിയാം. ഓക്കെ, നമ്മളത് മഴയിൽ ശിക്കാര എന്ന് പറഞ്ഞ ബോട്ട് സർവീസാണ് മോന്താൽ പാലത്ത് നമ്മൾ നടത്തിക്കൊണ്ട്. മോന്താൽ പാലത്തിന് ഏകദേശം 1 കിലോമീറ്റർ പരിധിയിൽ ഒളവിലെന്ന് പറഞ്ഞ പരിധിയിടത്താണ് ട്രെയിൻ കഫേ എന്നാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ട്രിപ്പാണ്. ഫുൾ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞ ട്രിപ്പ് നമ്മൾ നടത്തുന്നത്. ആലപ്പുഴ പോലെ രാവിലെ 10 മണിക്കാണ് ആ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം 20 പേരാണ് ആ ബോട്ടിൽ നമ്മൾ സാധാരണ കയറ്റുന്നത്. അത് രാവിലത്തെ ട്രിപ്പ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 4 മണിക്കാണ് ആ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നത്. ഒരു പെർ ഹെഡ് വരുന്നത് 750 രൂപയാണ്. രാവിലെ ചായ, ഉച്ചക്കത്തെ ചോറ്, വൈകിട്ടത്തെ ചായ അതടക്കമാണ് ഒരാൾക്ക് 750 രൂപ വരിക. പിന്നെ നമ്മുടെ സ്പീഡ് ബോട്ടാണുള്ളത്. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടിങ് ആണ് റേറ്റ്. പെർ ഹെഡ് 150 രൂപ വരും, ഒരാൾക്ക് 150 രൂപ വരും. പിന്നെ നമ്മുടെ സ്ലോ ബോട്ട് ഒരാൾക്ക് 100 രൂപ വരും. അതും ഒരു റൗണ്ടിങ് ആണ്. ബുക്ക് ചെയ്തിട്ട് ഞങ്ങളെ നമ്പർ ഉണ്ട്, അതിൽ നിന്ന് ബുക്ക് ചെയ്ത് ട്രെയിൻ കഫേ അടിച്ചു നോക്കി നമ്മളെ നമ്പറും കാര്യമൊക്കെ കാണാം. ട്രെയിൻ കഫേ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ് ട്രെയിൻ കഫേ. അതിലടിച്ചു നോക്കിയാൽ നമ്മളെ ബുക്കിംഗ് കാര്യങ്ങൾ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്പർ വേണമെങ്കിൽ നമ്മളെ നമ്പർ നോട്ട് ചെയ്യാം. അതെ 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 ഓക്കെ. അല്ല, നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അതെ അതെ തീർച്ചയായും. ഇതിൽ ഓൾറെഡി നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിൽ അങ്ങനെ ഒരു പ്രത്യേക 20 പേരല്ലേ കയറുന്നുള്ളൂ. കൂടുതൽ പേര് യാത്ര ചെയ്യുന്ന സാധനം ഫുൾ ഡേ ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ 20 പേര് യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ സേഫ്റ്റിയാണ്. ഓക്കെ, അതെ. ദൂരപരിധി നമ്മൾ രാവിലെ പെരുങ്ങത്തൂരിനടുത്ത് പോയിട്ട് തിരിച്ചു വരും. പിന്നെ വൈകിട്ട് മാഹിപ്പാലം പോകും. അപ്പോൾ ഏകദേശം തിരിച്ചു വരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഏകദേശം 4 മണിയാവും ട്രിപ്പ്. അതെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, പിന്നെ നമ്മുടെ മഴയപ്പുഴയുടെ ഇരുകരകളെയും ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നല്ല ട്രിപ്പാണ് ഈ ട്രിപ്പ്. ഏകദേശം ഒരു അടുക്കളയൊക്കെ ലീവാക്കിയിട്ട് നമുക്കൊരു ഫാമിലി എൻജോയ്മെൻറ്റ് ട്രിപ്പാണ്. ഇപ്പോൾ കണ്ട ആൾക്കാർ ബോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ ആയിട്ട് നിന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ സേഫ്റ്റി ജാക്കറ്റ് എല്ലാം ഇട്ടിട്ട് തയ്യാറായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരിക, അവിടെ നിന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ട് യാത്രയ്ക്ക് തയ്യാറായിട്ടുള്ള ആളെ തയ്യാറാണെങ്കിൽ അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഇരുടായി, ഇപ്പോഴും ആൾക്കാർ ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നാ. അപ്പോൾ മോന്താൽ നിങ്ങൾ അവധി ദിവസങ്ങളിൽ ഇവിടെ സന്ദർശിക്കുക, ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. അങ്ങനെ അത്രയും നല്ലൊരു മനോഹരമായ സ്ഥലമാണ് അല്ലേ ലീനിച്ച എന്ന് പറയണ്ട, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ഇവിടെ വരിക. ഓക്കെ, എൻജോയ് ചെയ്യുക, എൻജോയ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ, താങ്ക് യു.